ഇച്ചുമോൻ അങ്ങനെ അംഗനവാടി പോകാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഫസ്റ്റത്തെ ദിവസമല്ല, ഇതിനു മുമ്പ് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒന്ന് കൊണ്ടാക്കിയതാണ്. ആൾക്ക് പോയപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാൻ അവൻ്റെ അടുത്ത് തന്നെ വേണം. അപ്പൂനെയും ഇച്ചുവും ഐശുവാണ് ഉണ്ടായത്. അപ്പൂനെയും ഇച്ചുവിനെയാണ് അംഗൻവാടിയിൽ ഇരുത്താൻ പോയത്. പക്ഷെ അവരെക്കാട്ടി സ്മാർട്ടായിട്ട് ഐശുവാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവർ രണ്ടാളും അമ്മമാരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചു അപ്പു ആയാലും അമ്മ പോവല്ലേ എന്ന് പറഞ്ഞ് കൈ വിടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ ഓരോ ബേർഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആനിമൽസ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ കാർഡൊക്കെ എടുത്ത് നോക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ അംഗനവാടീൻ്റെ ഉള്ളിൽ കയറി പശുവിനെയും അങ്ങനെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ അവനെ കാണാണ്ട് മുങ്ങാനൊക്കെ നോക്കി, പക്ഷെ നടക്കുന്നില്ല കേട്ടോ, എങ്ങനെയും നടക്കുന്നുണ്ടായില്ല. ഇച്ചുവാണെങ്കിൽ അവരുടെ പിള്ളേരൊന്നിച്ചൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് പ്രോട്ടീൻ ലഡുവാണ് കേട്ടോ, റാഗിനെ കൊണ്ടുള്ള ഒരു ലഡുവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിന്നിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. അപ്പൂനെ അംഗൻവാടിയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഇച്ചും കൂടി തിരിച്ച് നടന്നു. ഇനി എന്താവും അവസ്ഥ എന്നറിഞ്ഞുകൂടാ. നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം.